ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KCS ആക്ട് അഥവാ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 1ഉം അതേപോലെ തന്നെ KCS റൂൾസിലെ റൂൾ 1ഉം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ KCS ആക്ടിനെയും KCS റൂൾസിനെയും പറ്റിയിട്ട് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ആക്ടിൽ 110 സെക്ഷനും 201 റൂൾസും ഉണ്ട്. സോ അതിലെ സെക്ഷൻ 1 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ചാപ്റ്റർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി ആണ്. അതിൽ 2 സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. സെക്ഷൻ 2 ഡെഫിനേഷൻ ആണ്. അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പാസ്സാക്കുന്നതാണ്. റൂള് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്, ആക്ട് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ് റൂളിൽ പറയുന്നത്. അത് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് കൊണ്ടുവരുന്നത്. സെക്ഷൻ 1 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. അപ്പോൾ ഷോർട്ട് ടൈറ്റിലെ പറ്റി പറയുന്നതാണ് ദിസ് ആക്ട് മേ ബി കാൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഈ ആക്ടിനെ എങ്ങനെ വിളിക്കാം? ഈ ഒരു ആക്ട് അറിയപ്പെടുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഇതിന്റെ എക്സ്റ്റെൻഡ് ആണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ എത്രത്തോളം അപ്ലിക്കബിൾ ആണ്, അതായത് ഇന്ത്യയിലാണോ അതോ കേരളത്തിലാണോ, അതിന്റെ അപ്ലിക്കബിലിറ്റി ഏത് വരെയാണ് എന്നുള്ളതാണ് എക്സ്റ്റെൻഡിൽ പറയുന്നത്. KCS ആക്ട് അപ്ലിക്കബിൾ ആവുന്നത് ഹോൾ സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റ് മൊത്തമായിട്ട് കേരളം മൊത്തം KCS ആക്ട് അപ്ലിക്കബിൾ ആണ്. അടുത്തത് കമൻസ്മെന്റ് ആണ്. കമൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷാൽ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് എ ഡേറ്റ് ആസ് ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ്. ഗസറ്റിൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഏതാണ്? അതായത് 15th May 1969 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആണ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ദിസ് ആക്ട് മേ ബി കാൾഡ് KCS ആക്ട് 1969. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഹോൾ സ്റ്റേറ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് കമൻസ്മെന്റ് ആണ്. ഇത് കമൻസ് ചെയ്തത് 15th May 1969, 15/5/1969. നെക്സ്റ്റ് റൂൾ 1 ആണ്, അതായത് KCS റൂൾസിലെ റൂൾ 1 ആണ് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്. റൂൾ വന്നത് 14/7/1969 ആണ്. അതായത് KCS റൂൾസിൽ റൂൾ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ് ആണ്. ഇതിൽ മെയിനായിട്ട് 201 റൂൾസ് ആണുള്ളത്. റൂൾ വന്ന ഡേറ്റ് ഓർക്കണം, 14/7/1969 ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ദീസ് റൂൾസ് മേ ബി കാൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 എന്ന് ഇതറിയപ്പെടുന്നു. ദിസ് റൂള്, ഈ റൂള് എക്സെപ്റ്റ് ചാപ്റ്റർ 15, അതായത് 15ാമത്തെ ചാപ്റ്റർ ഒഴികെ ബാക്കി ടോട്ടൽ 15 ചാപ്റ്റർ ആണുള്ളത്. അതിൽ 15ാമത്തെ ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്ററും വന്നത് 14 ജൂലൈ 1969 എന്നാൽ ചാപ്റ്റർ 15 വന്നത് 1 ജനുവരി 1974 ആണ്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 1ലും റൂൾ 1ലും പറയുന്നത്. സെക്ഷൻ 1 എന്ന് പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് KCS ആക്ട് 1969. ഏരിയ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹോൾ സ്റ്റേറ്റിലേക്കാണ് ഇത് എക്സ്റ്റെൻഡ് ആയിട്ടുള്ളത്. ഇത് നിലവിൽ വന്നത് 15/5/1969 ആണ്. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് തന്നെയാണ്. ഇത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് 1969 എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ഹോൾ സ്റ്റേറ്റ് അപ്ലിക്കബിൾ ആണ്. അതായത് ചാപ്റ്റർ 15 ഒഴികെ ബാക്കിയെല്ലാം വന്നത് 14 ജൂലൈ 1969 ആണ്. ചാപ്റ്റർ 15 വന്നത് 1 ജനുവരി 1974 ആണ്. താങ്ക് യു.